എം ഞങ്ങളൊരു ന്യൂജൻ ആയിട്ടുള്ള ആൾക്കാരാണല്ലോ. നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, നടക്കുമല്ലോ. പറഞ്ഞതൊക്കെ നടത്താനല്ലേ നമ്മൾ വന്നിരിക്കുന്നത്. സാർ, മോഡിഫിക്കേഷനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ചോദിച്ചത്. ആള് ഭയങ്കരമായിട്ടൊരു, ഒന്നാമത് ഞാൻ ഒരു ചെറുപ്പക്കാരൻ, അപ്പൊ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ചോദിക്കുമ്പോ ഇങ്ങനെ ഒരു രീതിയിലുള്ള സാധനം കാണിച്ചപ്പോ ഭയങ്കര സന്തോഷം. പിന്നെ അത് 13 മില്യൺ 1 മില്യൺ ഇതൊക്കെ കാണുമ്പോ ഭയങ്കരമായിട്ട് വൈറലായിന്ന് തോന്നി. പക്ഷെ ഈ ആൾക്കാര് വിളിച്ചു, CM സാറിനെ കാണണമെന്ന് പറഞ്ഞു, പിന്നെ ഓരോരുത്തർ വിളിക്കുന്നു. ഭയങ്കര സന്തോഷമായി സംഭവമായിട്ട്. ഇതുവരെ ഒരു CM-ന്റെ അടുത്തൊന്നും ഇങ്ങനെ ഒരു സംഭവം കാണാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളെല്ലാരും ചേർന്നൊരു പേരും കൂടി ഇട്ട്, എന്താണ്? പൂക്കി CM. അതന്നെ, പൂക്കി CM. ഞങ്ങളൊരു ന്യൂജൻ ആയിട്ടുള്ള ആൾക്കാരാണല്ലോ. ന്യൂജൻ ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തൊക്കെ വേണ്ടത് അതിനനുസരിച്ച് ചെയ്യാനുള്ള ഒരാളാണെന്ന് തോന്നുന്നുണ്ട് ഞങ്ങൾക്ക്. വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്രത്തിന്റെ പരിധിയിലുള്ള കാര്യമാണ്. പക്ഷെ CM വിചാരിച്ചാൽ അത് നടക്കുമെന്ന് തോന്നണുണ്ടോ? നടത്തും. കാരണം ആള് പറഞ്ഞുപോയി, വേറെ ഓപ്ഷനും ഇല്ല. പെട്ടെന്ന് ഫിജിനെ കണ്ടപ്പോ ഒരു വാത്സല്യമാണ് തോന്നിയത്. പയ്യനാണ് എന്നോട് ചോദിച്ചത്. ഞാനൊരു ഇങ്ങനെ വാത്സല്യം കൊണ്ട് കാണിച്ചിട്ടുണ്ട്. അവന്റെ ഒരു ഫീസും അതിന്റെ അത്യാവശ്യം ഒക്കെ ഉണ്ടപ്പോ എനിക്കൊരു വാത്സല്യം തോന്നുന്നില്ലല്ലേ. അതേപോലെ പേടിക്കണ്ട, ശരിയാക്കാനുള്ള പറ്റില്ല. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലെ നിഷ്കളങ്കമായ ചോദ്യവും പിന്നാലെ വൈറലായ പൂക്കിച്ചിരി വീഡിയോയും സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ നേടിയതിന് പിന്നാലെ ഫിജിനെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഔദ്യോഗികമായിട്ട് ക്ഷണിച്ചിരിക്കുകയാണ്. യുവത ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയ തീരുമാനമായിരുന്നു വാഹനത്തിൻ്റെ മോഡിഫിക്കേഷനെ കുറിച്ചുള്ള VD സതീശൻ്റെ നയം. ആ തീരുമാനത്തെക്കുറിച്ചുള്ള വ്യക്തതയ്ക്കു വേണ്ടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ഫിജിൻ ചോദ്യം ചോദിച്ചത്. ചോദ്യം ഇങ്ങനെയായിരുന്നു: CM സാർ, വാഹനങ്ങളുടെ മോഡിഫിക്കേഷനെ കുറിച്ച് എന്ന ചോദ്യം ചോദിച്ചതേ ഉള്ളൂ. അവൻ്റെ നിഷ്കളങ്കത നിറഞ്ഞ ചോദിക്കൽ കണ്ട് അതേ വൈബിൽ തന്നെ മുഖ്യമന്ത്രി ഒന്ന് തലയാട്ടി ഒരു ചിരി പാസാക്കി കണ്ണിറുക്കി കാണിച്ചു. പിന്നാലെ ഒരു മറുപടിയും: പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യും, പറഞ്ഞതൊക്കെ നടത്താനല്ലേ നമ്മൾ വന്നിരിക്കുന്നത്. ആ ചെറുചിരി പകർന്ന സുന്ദര നിമിഷം പകർത്തി നല്ലൊരു പാശ്ചാത്യ സംഗീതവും നൽകി ഫിജിൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുകയും വൈറലാവുകയും ചെയ്തു. 1 മിനിറ്റ് ദൈർഘ്യമുള്ള ദൃശ്യത്തിന് നിമിഷങ്ങൾക്കകം സാമൂഹ്യ മാധ്യമങ്ങളിൽ കിട്ടിയത് 140 ലക്ഷം കാഴ്ചക്കാരെയും 15 ലക്ഷം ലൈക്കുകളുമാണ്. തമിഴ് സംഗീത സംവിധായകൻ അനിരുദ്ധൻ്റെ സംഗീതം കൂടി കലർത്തിയായിരുന്നു റീൽ വൈറലായതോടെ കേരളവും വിദേശവും ഏറ്റെടുത്തു കഴിഞ്ഞു. ആ ദൃശ്യങ്ങൾ ചേർത്ത് പ്രമുഖ ബ്രാൻഡുകളടക്കം പരസ്യം ഇറക്കുകയും വിവാഹത്തിൻ്റെ സേവ് ദി ഡേറ്റ് വീഡിയോ വരെ പുറത്തിറക്കി. പിന്നാലെ മുഖ്യമന്ത്രി പൂക്കി CM എന്ന പേരും വന്നു. സംഗതി വൈറലായ വിവരം മകൾ കാണിച്ചു കൊടുത്തപ്പോഴാണ് മുഖ്യമന്ത്രി പോലും അറിഞ്ഞത്. ആ പയ്യനെ കണ്ടപ്പോൾ ഒരു വാത്സല്യം തോന്നി. എൻ്റെ മകളുടെ പ്രായമല്ലേ ഉള്ളൂ എന്നാണ് VD സതീശൻ പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇപ്പോൾ അടുത്ത തിങ്കളാഴ്ചയാണ് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ ഓഫീസിലേക്ക് ഫിജിനെ ക്ഷണിച്ചിരിക്കുന്നത്. വീഡിയോ വൈറലായതിലും മുഖ്യമന്ത്രിയുടെ ക്ഷണം ലഭിച്ചതിലും ഏറെ സന്തോഷവാനാണ് ഫിജിൻ.